നമസ്കാരം. ബോർഡ് എക്സാം പ്രിപ്പറേഷനിലാണോ? കാൽക്കുലസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് നമ്മൾ എളുപ്പത്തിലൊന്ന് നോക്കിയാലോ? ഫസ്റ്റ് യു ഹാവ് ടു ഡു ഇസ് മാസ്റ്റർ ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് നന്നായി തറവാകുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇൻ്റഗ്രേഷനിൽ രണ്ട് പാർട്ടാണുള്ളത്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആൻഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആണ് ഹാർട്ട് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് ആദ്യം ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഏതൊരു ഇൻ്റഗ്രേഷൻ ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം നമ്മൾ നോക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസിലും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തതിന് ശേഷമായിരിക്കും ബാക്കി മെത്തേഡ്സിലേക്ക് പോവേണ്ടത്. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്ട്. രണ്ടോ അതിലധികമോ ഫംഗ്ഷൻസ് പ്രോഡക്റ്റ് ഫോമിൽ വരുമ്പോൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഡിഫറൻസിയേഷനിലെ പ്രോഡക്റ്റ് റൂൾ പോലെ തന്നെയാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ബട്ട് അതിൽ നമ്മളൊരു റൂള് ഫോളോ ചെയ്യണം. അതായത് ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കേണ്ടത്, സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കേണ്ടത്, അതാണ് ഐലേറ്റ് റൂൾ എന്ന് പറയുന്നത്. യു ഷുഡ് ഫോക്കസ് ഓൺ ദാറ്റ്. ദെൻ ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, സ്പെഷ്യൽ ഫോം ആണത്. അതിലൊരു 5 മെത്തേഡ്സ് ഉണ്ട്, അതും നന്നായിട്ട് തറവാക്കേണ്ടതാണ്. ദെൻ സ്പെഷ്യൽ ഇൻ്റഗ്രൽ, ബോർഡ് എക്സാമിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാണ് ഈ സ്പെഷ്യൽ ഇൻ്റഗ്രൽസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മെത്തേഡ്സ് ഇതാണ്. ഇൻ്റഗ്രൽ ഓഫ് 1/ax² + bx + c ആൻഡ് സെക്കൻഡ് വൺ ഇൻ്റഗ്രൽ ഓഫ് px + q / ax² + bx + c. സോൾവിംഗ് മെത്തേഡ് നന്നായി പഠിക്കണം. ഉറപ്പായിട്ടും 100% ഷുവർ ആണ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ലെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ്. ദെൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് കിങ്സ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ a to b f of x dx = ഇൻ്റഗ്രൽ a to b f of a + b - x dx. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനറ്റ്ലി യു ഷുഡ് ഫോക്കസ് ഓൺ ദാറ്റ്. ഓൾമോസ്റ്റ് 70% ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ക്വസ്റ്റ്യൻസും ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ്. ദെൻ ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻസിന്റെ പ്രോപ്പർട്ടി. f of -x എന്ന് പറയുന്നത് -f(x) ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് ഓഡ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടും നമുക്ക് പറയാം ഇന്റഗ്രൽ എന്താണെന്ന് =0 ആണെന്ന്. ഇനി f of -x f of x തന്നെയാണെങ്കിൽ ഫംഗ്ഷൻ ഈവൻ ആയിരിക്കും. പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ചു വരുന്നതാണ്. അപ്പോൾ അതൊന്നും കൂടെ റിവൈസ് ചെയ്യുക. ഈവൻ ആൻഡ് ഓഡ് നോക്കുക. ദെൻ കിങ്സ് പ്രോപ്പർട്ടി നന്നായിട്ട് നോക്കാം. ഇതിനെല്ലാം ഉപരി ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതാണ്, ഇൻ്റഗ്രേഷൻ ആണെങ്കിലും ഡിഫറൻസിയേഷൻ ആണെങ്കിലും ട്രിഗ്നോമെട്രിക്ക് ഒരു വലിയ റോൾ ഉണ്ട് അതിൽ. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് എല്ലാവരും നല്ലതുപോലെ തറവാക്കി വെക്കുക. എന്നാൽ അത് യൂസ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലും യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വരാറുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പോയിന്റ്സ്. പിന്നെ പ്രാക്ടീസ് ആണ് വേണ്ടത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കാം. ഇൻ്റഗ്രേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.